നമസ്കാരം. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജോയ്ക്ക് ജന്മനാടിന്റെ യാത്രാമൊഴി. തുറവൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളി വീട്ടിൽ നൂറുകണക്കിന് ആളുകളാണ് ഐവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. പ്രിയപ്പെട്ടവരുടെ എല്ലാം മനസ്സിൽ തീരാ ദുഃഖം ബാക്കിയാക്കിയാണ് ഐവിൻ മടങ്ങിയത്. മാതാപിതാക്കളുടെയും സഹോദരിയുടെയും സങ്കടം തുറവൂർ ഗ്രാമത്തിനാകെ നൊമ്പരമായി. പൊതുദർശനം നടന്ന തുറവൂരിലെ വീട്ടിലും പിന്നീട് പള്ളിയിലും നൂറുകണക്കിന് ആളുകൾ ഐവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അതേസമയം ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. ഐവിനെ കാറുകൊണ്ട് ഇടിച്ചത് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഐവിന്റെ മരണകാരണം തലയ്ക്കേറ്റ പരുക്കാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് തലയ്ക്കേറ്റ പരിക്കും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയതുമാണ് മരണകാരണമെന്നാണ്. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനെ തുടർന്ന് CISF ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഐവിനെ കാറിടിപ്പിച്ച് കൊന്ന CISF ഉദ്യോഗസ്ഥരായ വിനയ് കുമാർ ദാസിനെയും മോഹൻ കുമാറിനെയും 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഈ മാസം 29-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തത്. അങ്കമാലി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന മൊഴിയാണ് ഇരുവരും പോലീസിന് നൽകിയത്. വാഹനം തട്ടിയതിന് പിന്നാലെ ഐവിൻ ജിജോയെ മർദ്ദിച്ചെന്നും വീഡിയോ പകർത്തിയത് പ്രകോപിച്ചെന്നുമാണ് പ്രതികളുടെ മൊഴിയിൽ പറയുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 1-ാം പ്രതി വിനയ് കുമാർ ദാസിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. CISF ഉദ്യോഗസ്ഥർ അശ്രദ്ധമായി കാറോടിച്ചതാണ് തർക്കത്തിന് തുടക്കം കുറിച്ചത് എന്ന് 2-ാം പ്രതി മോഹൻ മൊഴി നൽകി. ഐവിന്റെ കാറിൽ തട്ടിയതോടെ വാക്കേറ്റമുണ്ടായി. പിന്നാലെ നേരിയ സംഘർഷവും. അങ്കമാലി കോടതിയിൽ നിന്ന് പ്രതികളെ ഇറക്കുമ്പോൾ പ്രതിഷേധവുമായി DYFI പ്രവർത്തകരെത്തിയത് സംഘർഷത്തിന് വഴിവെച്ചു. നെടുമ്പാശ്ശേരിയിലെ CISF ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചും പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചു. എല്ലാം ഐവിൻ മൊബൈലിൽ പകർത്തി. നാട്ടുകാർ എത്തുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഐവിനെ കാറിടിപ്പിച്ചത്. 1 കിലോമീറ്ററോളം ഐവിൻ ബോണറ്റിൽ ഉണ്ടായിരുന്നിട്ടും വാഹനം നിർത്താൻ പ്രതികൾക്ക് തോന്നിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വാഹനമോടിച്ച വിനയ് കുമാറിന് പുറമെ അടുത്ത സീറ്റിലുണ്ടായിരുന്ന മോഹനെതിരെയും കൊലക്കുറ്റം ചുമത്തിയത്. അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ഷെഫായ ഐവിൻ രാത്രി വീട്ടിൽ നിന്ന് കാറിൽ ജോലിക്കിറങ്ങിയതായിരുന്നു. തോമ്പ്ര റോഡിലെ ഇടവഴിയിൽ എതിരെ വന്ന CISF ഉദ്യോഗസ്ഥരുടെ വാഹനം ഐവിന്റെ കാറിൽ ഉരസി. വണ്ടി നിർത്തി ഐവിൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം.